ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം വടകര മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. കാണാം അശ്വമേധ കാഴ്ചകൾ വടകരയിൽ. നമ്മളിപ്പോഴുള്ളത് വടകര മണ്ഡലത്തിലാണ്. നമ്മളുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. നല്ല ചൂടായില്ലേ? സുഖമായിട്ട് ഷാഫി പറമ്പിൽ ജയിക്കും. ആ ചൂട്. ഞാൻ അന്തരീക്ഷത്തെ കുറിച്ചാണ് ചോദിച്ചത്. നമ്മളോടൊപ്പം NDA സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട്, പ്രഫുൽ കൃഷ്ണൻ. പ്രഫുൽ, വെരി ഗുഡ് മോർണിംഗ്. യെസ്, കുറച്ച് ഗ്ലാമർ കൂടിയിട്ടുണ്ടോ വെയിൽ കൊണ്ടിട്ട്? താങ്ക് യു. പൗരത്വ നിയമ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ അതിന്റെ ആഴത്തുള്ള ചർച്ചയിലേക്ക് പോകുന്നില്ല എങ്കിൽ പോലും ആ വിഷയങ്ങൾ വരുമ്പോൾ അതെങ്ങനെയാണ് ഈ പ്രചരണത്തെ ബാധിക്കുന്നത്? നേരിട്ട് കിട്ടുന്ന ഒരു പൾസ്. ആശങ്ക വടകര മേഖലയിൽ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ് അരുൺ സത്യം. ഒരു കോംപ്ലിക്കേഷൻ ഇപ്പം പൗരത്വ ഭേദഗതിയുമായിട്ടില്ല. ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, ഒരാളുടെ പൗരത്വം പോലും നഷ്ടപ്പെടില്ല. തെരഞ്ഞെടുപ്പിന്റെ ഫലവും താങ്കൾക്ക് രുചികരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. മോഡിഫൈഡ് വടകര, അതാണ് പ്രഫുലിന്റെ ഗ്യാരണ്ടി. നമ്മൾ ഇനി യാത്ര തുടരുന്നു. ഇനി KK ശൈലജ ടീച്ചറിനെ കാണണം, ഒപ്പം ഷാഫി പറമ്പിലിനെ നമുക്ക് കാണണം. ഇപ്പോൾ നമുക്കൊപ്പം ശൈലജ ടീച്ചർ ചേരുന്നുണ്ട്, LDF സ്ഥാനാർത്ഥി വടകരയിലെ. ടീച്ചർ നമസ്കാരം. നമസ്കാരം. ബോംബ് സ്ഫോടനം യഥാർത്ഥത്തിൽ നിർഭാഗ്യകരമായി പോയി എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചിലർക്കെങ്കിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുമത്? ഒരാശയക്കുഴപ്പം അതിലില്ല. സംഭവം നിർഭാഗ്യകരം മാത്രമല്ല, അതൊരു തരം ക്രിമിനൽ പ്രവർത്തനമാണ്. പാനൂരിൽ സംഭവിച്ചത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അതെ, അതിന് പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. പാനൂരിലെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും പോലീസ് പിടികൂടി നിയമത്തിന് മുന്നിൽ എത്തിക്കണം എന്നാണ് ടീച്ചർ പറയുന്നത്. എത്തും. പൗരത്വ വിഷയം അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അത് പ്രതിഫലിക്കാത്തത് ചർച്ച ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ വടകര മണ്ഡലം? കോൺഗ്രസ് ആണ് ആദ്യം പ്രതികരിക്കേണ്ടത്, പക്ഷേ കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല. കോൺഗ്രസ് ഗാന്ധിജിയെ മറക്കുന്നു, കോൺഗ്രസ് നെഹ്റുവിനെ മറക്കുന്നു. അവരുടെ ആശയഗതികളൊന്നും ഇപ്പോൾ കോൺഗ്രസിനില്ല. അതുകൊണ്ട് മതേതരത്വം എന്നെല്ലാം പറഞ്ഞാൽ അത് വ്യാഖ്യാനിക്കാൻ പോലും അതിലിടപെടാൻ പോലും മനസ്സുള്ളവരല്ല കോൺഗ്രസ് നേതാക്കൾ. വെറുതെ അല്ല കോൺഗ്രസ് തകർന്നു പോയത്. ഈ ആശയക്കുഴപ്പമാണ് കോൺഗ്രസിന്റെ. നിങ്ങളുടെ മനസ്സൊന്ന് കുളിർപ്പിക്കാൻ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഈറമേഘം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ. ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ. Good, Harida. Great Sanjay. Sangeet, great Sanjay. Thank you. അപ്പൊ കലാകാരന്മാരുടെ പാട്ട് നമ്മൾ കേട്ടു, രാഷ്ട്രീയ വിശേഷങ്ങൾ അറിഞ്ഞു. ഞാനും ജാക്കിയും ഇനി പോകുന്നത് UDF സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. പൗരത്വ നിയമ ഭേദഗതി പ്രകടന പത്രികയിൽ ഇല്ലാതെ ഷാഫി പറമ്പിൽ അവരെ എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയുമെന്നാണ് ഒരു CPM നേതാവ് ചോദിച്ചത്. കേരളത്തിലെ എന്നല്ല, രാജ്യത്ത് തന്നെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും അറിയാം, അത്തരം വിഭാഗീയ വിഭജന അജണ്ടകളിൽ നിന്ന് ഈ നാടിനെ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. അപ്പൊ അത് CPIയും ഇപ്പൊ പറയുന്നത് CAA വിഷയത്തിൽ പോലും ഒരല്പം കോൺഗ്രസ് വിരോധത്തിന്റെ സ്പേസ് എവിടെയാണെന്നാണ് അന്വേഷിക്കുന്നത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പ്രാദേശികമായുള്ള ബോംബ് സ്ഫോടനം ചർച്ച ചെയ്യേണ്ട വിഷയമാണോ എന്നാണ് CPM ചോദിക്കുന്നത്. ഒരു കൊടി അവിടെ കെട്ടിയത് ചർച്ച ചെയ്യണോ, അല്ലെങ്കിൽ ഒരു പടക്കം ഇവിടെ പൊട്ടിയത് ചർച്ച ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെയാണോ? അങ്ങനെ അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. യാത്ര തുടരുന്നു. ഇനി കാസർഗോട്ടേക്ക് നമ്മൾ പോകും.